ജപ്പാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണ വിഭവമാണ് രാമൻ ബീഫ്. പേര് കേൾക്കുമ്പോൾ നമുക്ക് വളരെ കൗതുകം തോന്നും. രാമൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്ന ന്യൂഡിൽസാണ് ജപ്പാനിൽ. ഇത് ചൈനയിൽ നിന്ന് കുടിയേറിയതാണ്. ഈ ന്യൂഡിൽസിൻ്റെ കൂടെ പോർക്കോ ബീഫോ അല്ലെങ്കിൽ കുറച്ച് വെജിറ്റബിൾസോ ചേർത്താണ് അവർ കഴിക്കുന്നത്. രാമൻ ബീഫിനാണ് കൂടുതൽ പ്രചാരം. ഞാൻ അംബികാസുധൻ മാങ്ങാടിൻ്റെ പുസ്തകം യാത്രാ വിവരണ ഗ്രന്ഥം വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇൻഫർമേഷൻ എന്നെ ചിന്തിപ്പിച്ചത്. ജപ്പാനിൽ തന്നെ 24,000-ലധികം രാമൻ റെസ്റ്റോറൻറ്റുകളുണ്ട്. ജപ്പാൻ്റെ തലസ്ഥാനമായ ടോക്കിയോവിൽ 5,000-ലധികം രാമൻ റെസ്റ്റോറൻറ്റുകളുണ്ട്. ഗോതമ്പ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാനിൽ അരിക്ക് ക്ഷാമം വന്നപ്പോൾ അമേരിക്ക ഗോതമ്പ് ജപ്പാനിലേക്ക് കയറ്റുമതി ചെയ്തു. അവിടെ നിന്നാണ് രാമൻ തരംഗമുണ്ടായത്. ഇപ്പോഴത്തെ രാമൻ ബീഫ് തരംഗത്തിൻ്റെയും തുടക്കം അവിടെ നിന്നാണ്. ഞാനിത് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, രാമൻ ബീഫിൻ്റെ പേരിൽ ഇന്ത്യയും ജപ്പാനും തമ്മിൽ യുദ്ധമുണ്ടാകുമോ? ഈ പുസ്തകത്തിലും തമാശയായി ഫലിതമായി അത് പറഞ്ഞു പോകുന്നുണ്ട്. രാമൻ ബീഫിൻ്റെ പേരിൻ്റെ പേരിൽ രാമൻ എന്ന പേരിൻ്റെ പേരിൽ ഇന്ത്യയും ജപ്പാനും തമ്മിൽ യുദ്ധം ഉണ്ടാകുമോ? അതിനൊരു സാധ്യത ഞാൻ കാണുന്നില്ല. പാകിസ്ഥാൻ പോലൊരു രാജ്യമല്ലല്ലോ നമ്മുടെ രാജ്യം. മതേതര രാജ്യമാണ്, സെക്കുലർ രാജ്യമാണ്. ഇന്ത്യക്ക് അതിലൊരു പ്രശ്നമുണ്ടാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എന്തായാലും രാമൻ ബീഫ് ആ വായനയിൽ എന്നിൽ വല്ലാതെ കൗതുകമുണർത്തി.